പത്തനംതിട്ട ജില്ലയിലെ ഒരു മണ്ഡലത്തിലും പ്രചാരണത്തിനിറങ്ങാൻ കഴിയാതെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ വേഗം തീരുമാനിച്ചില്ലെങ്കിൽ ജില്ലയിൽ വീണ്ടും തിരിച്ചടി ഉണ്ടാകുമെന്ന് പ്രാദേശിക നേതാക്കൾ നേതൃത്വത്തെ അറിയിച്ചു. എംപിമാരെ ചൊല്ലിയുള്ള തർക്കം വേഗം അവസാനിപ്പിക്കണമെന്നും ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ നിന്നുണ്ട് വിവരങ്ങളുമായി. ഷിജോ, പത്തനംതിട്ടയിൽ 5 നിയോജക മണ്ഡലങ്ങളാണ്. ഈ 5 ഇടങ്ങളിലും അഞ്ചും ഇപ്പോൾ ഇടതുമുന്നണിയുടെ കയ്യിലുമാണ്. അവിടെ ഇപ്പോൾ കോന്നിയിൽ അടൂർ പ്രകാശ് എത്തുമോ ആ മണ്ഡലം തിരിച്ചുപിടിക്കാൻ എന്നൊക്കെയുള്ള ആലോചനകൾ അവിടെ നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ കോൺഗ്രസ് അവിടെ അറച്ചു നിൽക്കുകയാണോ? അതായത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ അവിടെ ഒരു തരത്തിലും മണ്ഡലത്തിൽ പ്രചാരണത്തിന് ഇറങ്ങാൻ നിൽക്കുന്നത്? സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വമാണോ അവരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്? ഷിജോ കുര്യൻ അല്പസമയത്തിനകം നമ്മളോടൊപ്പം ചേരും പത്തനംതിട്ടയിൽ നിന്ന്. നമുക്ക് ലഭിക്കുന്ന വിവരം പത്തനംതിട്ട ജില്ലയിലെ ഒരു മണ്ഡലത്തിലും പ്രചാരണത്തിന് ഇറങ്ങാൻ കഴിയാതെ കോൺഗ്രസ് നിൽക്കുന്നു എന്നുള്ളതാണ്. ഷിജോ, പത്തനംതിട്ടയിലെ 5 മണ്ഡലങ്ങൾ 5ഉം ഇടതുമുന്നണിയുടെ കൈവശമാണുള്ളത്. അവിടെ സിറ്റിംഗ് MLA-മാരാണ്. കോന്നി തിരിച്ചു പിടിക്കണമെങ്കിൽ അടൂർ പ്രകാശ് എത്തണമെന്നൊരു വികാരം പൊതുവിലുണ്ട്. അങ്ങനെ ഈ അടൂർ പ്രകാശിന്റെ പേരിൽ കോന്നിയിലും മറ്റിടങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട അനിശ്ചിതമാണോ അവിടുത്തെ പ്രാദേശിക നേതൃത്വത്തെ ബുദ്ധിമുട്ടിലാക്കുന്നത്? GK, മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിൽ പത്തനംതിട്ട ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിലും കോൺഗ്രസ് UDF വലിയ തരത്തിലുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഈ 5 നിയോജക മണ്ഡലങ്ങളിൽ തിരുവല്ലയിൽ മാത്രമാണ് UDF-ന് അല്പമെങ്കിലും ഒരു ആശ്വാസമുള്ളത്. അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ വർഗീസ് മാമൻ അവിടെ പ്രചരണമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കേരള കോൺഗ്രസിന്റെ പ്രഖ്യാപനമൊക്കെ വന്നതോടുകൂടി വർഗീസ് മാമൻ തിരുവല്ലയിൽ പ്രചരണമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ മറ്റ് 4 നിയോജക മണ്ഡലങ്ങളിലും കോൺഗ്രസിനെ സംബന്ധിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള ഒരു പ്രയാസം അവിടെ നേരിടുന്നുണ്ട്. ഇതുവരെ സ്ഥാനാർത്ഥികൾ ആരാണെന്ന് പോലും തീരുമാനമായിട്ടില്ല. അതായത് 55 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടും പത്തനംതിട്ട ജില്ലയിലുള്ള കോൺഗ്രസിന്റെ കയ്യിലുള്ള 4 നിയോജക മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. പല പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ആറന്മുളയിൽ അബിൻ വർക്കി തന്നെയാണ്, അടൂരിൽ ശാന്തകുമാറാണ്, അതുപോലെ തന്നെ കോന്നിയിലേക്ക് വരുമ്പോൾ അവിടെ അടൂർ പ്രകാശിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. MPമാർ മത്സരിക്കേണ്ടതില്ല എന്നാൽ പോലുമുള്ള തീരുമാനം വരുമ്പോഴത്തേക്കും അടൂർ പ്രകാശിന്റെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത്. അതല്ല എങ്കിൽ DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിലാണ്. അങ്ങനെ റാന്നിയിൽ പഴകുളം മധുവിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഒരു പ്രചരണത്തിന് പോലും ഇറങ്ങാൻ കഴിയുന്നില്ലാത്തൊരവസ്ഥ കോൺഗ്രസ് അണികൾക്കിടയിലുണ്ട്. അവരുടെ ആത്മവീര്യം നഷ്ടപ്പെട്ടു പോവുകയാണ് എന്നുള്ളൊരു പൊതുവികാരം ജില്ലയിലെ നേതാക്കൾക്കിടയിലുമുണ്ട്. DCC പ്രസിഡന്റടക്കം അക്കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കൂ, ഞങ്ങൾ പ്രചരണത്തിന് ഇറങ്ങാൻ തയ്യാറാണ്, സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, നേതാക്കൾ എന്താണ് കാണിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ അണികൾക്കിടയിലുണ്ട്. കാരണം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് LDF ജില്ലയിൽ ഒരു റൗണ്ട് പ്രചരണം പൂർത്തിയാക്കുന്ന ഘട്ടത്തിലാണ്. അതായത് കോന്നിയിൽ ജനീഷ് കുമാർ ഇപ്പോൾ പ്രചരണം 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. റാന്നിയിലാകട്ടെ പ്രമോദ് നാരായണനും 1ാം ഘട്ട പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് എത്തി. വീണ ജോർജ് ആവട്ടെ റോഡ് ഷോ അടക്കമുള്ള കാര്യങ്ങളിലേക്ക്. ശബരിമല പോലെയുള്ള പ്രതിപക്ഷത്തെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ജില്ലയാണ് പത്തനംതിട്ട. ആറന്മുള മണ്ഡലം അവിടെയുണ്ട്. അങ്ങനെ പത്തനംതിട്ട കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ എല്ലാ മണ്ഡലങ്ങളും ഇടതുമുന്നണിയുടെ കൈവശമാണ് ഇരിക്കുന്നത്. അവിടെ ശക്തമായ ഒരു പ്രചാരണമാണ് ഈ ഘട്ടത്തിൽ ആവശ്യമായിട്ടുള്ളത്. അവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകാതിരിക്കുന്നത് അവിടുത്തെ പ്രാദേശിക നേതൃത്വത്തെ അലോസരപ്പെടുത്തുന്നത് സ്വാഭാവികമാണ്. ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.